ബന്ധുക്കൾക്ക് എന്റെ കുടുംബത്തിൽപ്പെട്ടവർ മരിച്ചാലും ഞാൻ അവരോട് ചോദിക്കുന്നത് അതാണ്. അതെന്ത് ചെയ്തു എന്ന് ചോദിക്കും. ആ കയ്യിൽ കിടന്ന വാച്ച് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ പേഴ്സ് എന്ത് ചെയ്തു, ആ കയ്യിൽ കിടന്ന മോതിരം എന്ത് ചെയ്തു. എന്റെ സഹോദരിമാരെ, നിങ്ങളും മരണപ്പെട്ടാൽ അങ്ങനെ തന്നെ ചോദിക്കോളൂ, അങ്ങനെ തന്നെ കൊടുക്കോളൂ. അങ്ങനെയൊന്നുമില്ലാതെ മരണപ്പെടാൻ നമുക്ക് കഴിയില്ലല്ലോ. അവരൊക്കെ മുൻഗാമികളായിരുന്നു. അല്ലാഹുവേ, പടച്ചവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അന്ന ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ കവർന്നെടുക്കാൻ അന്തരസത്തായിട്ടൊന്നുമില്ലായിരുന്നു. ആകെ തന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് കൊടുത്തരെന്തെന്നറിയുമോ? 10, 20, 30 കിലോ സ്വർണ്ണാഭരണം ശരീരത്തണിഞ്ഞുകൊണ്ട് അഭിമാനത്തോടെ മാറുകുലിക്ക് നടക്കുന്ന കുന്നംകുളത്തിന്റെ പരിസരത്തുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് കവർന്നുപോയ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് അത് മുഴുവനും വാരിക്കൊടുത്തു പോയ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ ലോകത്തിന്റെ തൊലിക്ക് പുറത്തിരുന്ന് വിട പറയുമ്പോൾ തന്റെ പൊന്നുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അനന്തരസ്വത്തായിട്ട് കൊടുത്തരെന്തെന്നറിയണ്ടേ? കുറച്ച് മുത്തുകൾ മാത്രം ചേർത്ത് വെക്കപ്പെട്ട ഒരു കുഞ്ഞുമാലയാണ്. സുബ്ഹാനല്ലാഹ്, കഫൻ പൊതിയാൻ പോലും തുണി തികഞ്ഞില്ല എന്നത് പ്രവാചകന്മാര് പ്രസംഗത്തിന്റെ മുഞ്ചിന് വേണ്ടി കടമെടുത്തു വെച്ച വാക്കല്ല. ഇന്നും ചരിത്രം വല്ലാതെ പറഞ്ഞു തരുമ്പോ പൊട്ടി തകർന്നു പോകുന്ന വാക്കാണ്. റസൂലുള്ളാഹിയുടെ മനസ്സ് കവർന്നു പോയ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ ദുനിയാവിന്റെ തൊലിക്ക് പുറത്തിരുന്ന് പൊതിഞ്ഞെടുക്കുമ്പോ തല പൊതിയുമ്പോ കാല് പുറത്താകുന്ന, കാല് പൊതിയുമ്പോ തല പുറത്താകുന്ന എത്താത്ത തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ഇത് പുല്ലുകൊണ്ട് വന്നിട്ട് ഖദീജാന്റെ കാലിന്റെ ഭാഗത്ത് വെച്ച് ആ തുണിക്ക് പകരമായിട്ട് വെച്ച് മൂടണമെന്ന് ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം